വനിതാ സംവരണ ബില്ല് ഇന്ന് ലോക്സഭയിൽ ചർച്ചയ്ക്ക് വെച്ചിരിക്കുകയാണ്. ഇന്നും നാളെയായിട്ട് ഈ ബില്ലിന് മേൽ ചർച്ച നടക്കും. പ്രതിപക്ഷ പാർട്ടികൾ ഇതിനെ ആകെ എതിർക്കുകയാണ്. കാരണം ഇതിൻ്റെ കൂടെ തന്നെ മണ്ഡലം പുനർനിർണയം കൂടെ ചർച്ചയാവുന്നുണ്ട്. ഇതിനെക്കുറിച്ച് സംസാരിക്കാൻ മലബാർ ജേണലിൻ്റെ ചീഫ് എഡിറ്റർ KP സേതുനാഥും മാധ്യമപ്രവർത്തകനായ KJ ജേക്കബുമാണ് നമ്മളോടൊപ്പം ഉള്ളത്. വനിതാ സംവരണ ബില്ലിനെ എതിർക്കുന്നവർക്ക് രാജ്യത്തെ സ്ത്രീകൾ മാപ്പ് തരില്ല എന്നാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഒരു വനിതാ സംവരണ ബില്ലിനെ പ്രതിപക്ഷം ഇത്രത്തോളം എതിർക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള ഒരു ചോദ്യമാണ് വരുന്നത്. പ്രത്യക്ഷത്തിൽ ഈ ഒരു വനിതാ സംവരണ ബില്ല് എന്നുള്ള പേരിലാണ് ഇത് അവതരിപ്പിക്കപ്പെടുന്നത്. അതിൻ്റെ അടിയിലുള്ള വിഷയമാണ് ഈ മണ്ഡല പുനർനിർണയം എന്നുള്ളത്. അപ്പോൾ ഇതിനെ പറ്റിയിട്ടുള്ള സാറിൻ്റെ പ്രതികരണം എന്താണ്? ഇത് ഇൻസീഡിയസ് എന്ന് ഇംഗ്ലീഷ് ഒരു വാക്കുണ്ട്. അതായത് നമുക്ക് പ്രത്യക്ഷത്തിൽ കുഴപ്പമില്ലെന്ന് തോന്നുകയും പാകത്തിൽ വലിയധികം ഉപദ്രവം ഉണ്ടാക്കുകയും ചെയ്യുന്ന സാധനമാണ്. മെല്ലെ മെല്ലെ ഉപദ്രവം ഉണ്ടാക്കുന്ന സാധനമാണ് വനിതാ സംവരണ ബില്ല്. ഇന്ത്യൻ പാർലമെൻറ്റ് ഏകകണ്ഠമായി അംഗീകരിച്ചൊരു ബില്ലാണ്. 2023 2 വർഷമായി ആ ബില്ല് അംഗീകരിച്ചപ്പോൾ പറഞ്ഞത് അടുത്ത സെൻസസിന് ശേഷം അതിൻ്റെ അടിസ്ഥാനത്തിൽ ഡീലിമിറ്റേഷൻ നടത്തി നമ്മൾ ഈ ബില്ല് നടപ്പാക്കുന്നുള്ളതാണ്. ഇപ്പോഴത്തെ ബില്ലിൽ പറയുന്നത് ഇപ്പം 2 ബില്ലാണുള്ളത്, 3 ബില്ല് ശരിക്കും പറഞ്ഞാൽ 2 ബില്ല്, ഇഫക്റ്റീവ്ലി 2 ബില്ല്. ആദ്യത്തെ ബില്ല് നമ്മുടെ പാർലമെൻറ്റ് ലോക്സഭയുടെ അംഗങ്ങളുടെ എണ്ണം 850 വർദ്ധിപ്പിക്കുന്നു. രണ്ടാമത്തതാണ് ഡീലിമിറ്റേഷൻ ബില്ല്. വളരെ ലളിതമാണ് ഈ ചോദ്യം. നിങ്ങൾ ഇപ്പം നിലവിലുള്ള 543 അംഗങ്ങളുടെ പാർലമെൻറ്റിൽ ലോക്സഭയിൽ ഈ വനിതാ സംവരണം കൊടുക്കാൻ ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്ക് എതിർപ്പില്ല. എന്ന് വെച്ചാൽ വനിതാ സംവരണത്തോട് ഇന്ത്യയിലെ ഒരു രാഷ്ട്രീയ പാർട്ടിക്കും, പണ്ടൊക്കെ എതിർത്ത സമാജ്വാദി പാർട്ടി അടക്കം ഒരു പാർട്ടിക്കും എതിർപ്പില്ല. പിന്നെ എവിടെ നിന്നാണ് ഈ എതിർപ്പ് വരുന്നത്? ഈ എതിർപ്പ് മാനുഫാക്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ പുറകിൽ ഒരു ഡീലിമിറ്റേഷൻ ബില്ല് വരുന്നു. ആ ഡീലിമിറ്റേഷൻ ബില്ല് നേരത്തെ പറഞ്ഞിരുന്ന നമ്മളുടെ ഭരണഘടന കോൺസ്റ്റിറ്റ്യൂഷൻ അമെൻമെൻറ്റിൽ ഭരണഘടനാ ഭേദഗതിയിൽ പറഞ്ഞിരുന്നത് ഈ ബില്ല് പാസ്സാക്കിയതിന് ശേഷമുള്ള സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടത്തുമെന്നാണ്. ഇപ്പോൾ ഈ ബില്ലിൽ പറഞ്ഞിരിക്കുന്നത് ഈ ഡീലിമിറ്റേഷൻ കമ്മീഷൻ ചെയ്യേണ്ടത് ഏറ്റവും അവസാനത്തെ പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡേറ്റ വെച്ചെന്ന് വെച്ചാൽ 2011 സെൻസസ് വെച്ചിട്ട് ഈ ഡീലിമിറ്റേഷൻ നടത്താമെന്നുള്ളതാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സർക്കാർ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെയല്ല പറയുന്നത് എന്ന് മാത്രമല്ല, അത് ആ സെൻസസിൽ പറഞ്ഞിരിക്കുന്ന സെൻസസിലെ ഡേറ്റ ഉപയോഗിച്ച് എന്നാണ് പറഞ്ഞിരിക്കുന്നത്, ഉപയോഗിച്ച് ഡീലിമിറ്റേഷൻ നടത്തണമെന്നുള്ളതാണ്. അപ്പോൾ അതിൻ്റെ അകത്ത് വളരെയധികം പ്രശ്നങ്ങളുണ്ട്, വളരെയധികം കോൺട്രഡിക്ഷൻസ് ഉണ്ട്. ഇത് നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ പാർലമെൻറ്റിൽ ഭരണഘടനാ ഭേദഗതി മുമ്പോട്ട് വെക്കുമ്പം ഒരു കേന്ദ്ര സർക്കാർ ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത വളരെയധികം അനോമലീസ്, വളരെയധികം കൺഫ്യൂഷൻ, കുഴപ്പങ്ങൾ ഇതിൻ്റെ അകത്തുണ്ട്. ഒന്ന്, നിങ്ങൾ എന്തിനാണ് ഇപ്പോൾ ഭരണഘടനാ ഭേദഗതി കൊണ്ടുവരുന്നത്? നിങ്ങൾ നേരത്തെ ഇത് പറഞ്ഞ് സെറ്റ് ചെയ്തതാണ്. എന്തിനാണ്? ഇത് മുഴുവൻ സെറ്റ് ചെയ്തിരുന്നതാണ്. ഇപ്പം നിങ്ങൾക്ക് അഡ്വാൻസ് ചെയ്യണോ? അഡ്വാൻസ് ചെയ്യണമെങ്കിൽ നിങ്ങൾക്ക് ഇപ്പം നിലവിലിരിക്കുന്ന 543 വെച്ച് വേറെ വെച്ച് നിങ്ങൾക്ക് വേറെ കൊണ്ടുവരാം, എന്നിട്ട് പറയും ഇതിൻ്റെ അകത്ത് 3 നമ്മൾ കൊടുക്കുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത് നിങ്ങൾ പറയുന്നില്ല. നേരത്തെ ഇപ്പം ഇന്ത്യയിലെ മിക്കവാറും മനുഷ്യരോട് പ്രധാനമന്ത്രിയും ഈ പ്രശ്നം, ഡീലിമിറ്റേഷൻ പ്രശ്നം കുറച്ചു കാലമായിട്ട് നമ്മുടെ അന്തരീക്ഷത്തിലുണ്ട്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ 1976 നമ്മളുടെ ഒരു ഭരണഘടനാ ഭേദഗതിയുണ്ട്. ആ ഭരണഘടനാ ഭേദഗതി പ്രകാരം 1971 ജനസംഖ്യയുടെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഡീലിമിറ്റേഷൻസ് നടത്തിയിരിക്കുന്നത്. അത് ഫ്രീസ് ചെയ്തുകൊണ്ട് ഉള്ള ഭരണഘടനാ ഭേദഗതി 76 പാസ്സാക്കിയിട്ടുണ്ട് കോൺഗ്രസ് സർക്കാർ 25 വർഷത്തേക്ക്. അത് 25 വർഷമായപ്പോൾ 2001 NDA സർക്കാരാണ് അധികാരത്തിൽ, അടൽ ബിഹാരി വാജ്പേയിയുടെ. അവരും അപ്പോൾ അത് ജനസംഖ്യാടിസ്ഥാനത്തിൽ, അപ്പോൾ ജനസംഖ്യാ നിയന്ത്രണം ഒരു സെറ്റിൽഡ് പൊസിഷൻ അല്ല എന്ന് കണ്ട് അവർ വീണ്ടും 25 വർഷത്തേക്ക് മാറ്റി. അപ്പോൾ 2026 ദിസ് ഷുഡ് കം അപ്പ് ഫോർ റിവിഷൻ. ഇതൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ഡീലിമിറ്റേഷൻ എന്ന് പറയുന്നത് നമ്മുടെ നാട്ടിലൊരു പ്രധാനപ്പെട്ട പ്രശ്നമാണ്. ആ പ്രശ്നം ആ രൂപത്തിൽ അഡ്രസ്സ് ചെയ്യുന്നതിന് പകരം ഈ വനിതാ സംവരണത്തിൻ്റെ മറവിൽ ഇത് എടുത്തുകൊണ്ട് വരുന്നു എന്നുള്ളതാണ്. അതിലും വേറൊരു പ്രശ്നമുണ്ട്. ഇപ്പോൾ ബില്ലിൽ എന്ത് പറയുന്നു 2011 സെൻസസ് പ്രകാരം ഡീലിമിറ്റേഷൻ നടത്തുമെന്ന് പറയുന്നു. മന്ത്രിമാരും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും അടക്കം നാടുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ അവർ സൂചിപ്പിച്ചു. കഴിഞ്ഞ ദിവസം പീയൂഷ് ഗോയൽ ചെന്നൈ വന്നിട്ട് അദ്ദേഹം പറഞ്ഞു, ഇത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെയല്ല, എല്ലാവർക്കും പ്രോറേറ്റായിട്ട് കൊടുക്കുന്നു, പക്ഷേ ബില്ലിൽ വേറൊന്ന് പറയുന്നു. എന്ന് വെച്ചാൽ ഒരു രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യത്തിൽ കേന്ദ്ര സർക്കാരിന് അതിൻ്റെ പൊളിറ്റിക്സ് അല്ലാതെ
ബ്ലാക്ക് ആൻഡ് വൈറ്റിൽ എഴുതി കൊണ്ടുപോയി വെക്കുന്നതും അവർ പറയുന്നതും തമ്മിൽ വലിയ വ്യത്യാസങ്ങളുണ്ട്. ഒരു രാജ്യത്തെ നിങ്ങൾക്കിങ്ങനെ സംശയത്തിൻ്റെ നിഴലിൽ നിർത്താൻ വേണ്ടി പാടില്ല. ഇത് ഏറ്റവും വളരെ പരമപ്രധാനമായ ഒരു കാര്യമാണ്. നമ്മുടെ രാജ്യത്തിൻ്റെ ഭരണഘടന എന്തായിരിക്കണം എന്ന് നിശ്ചയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട നിയമനിർമ്മാണം നടത്തേണ്ട സഭയിലേക്കുള്ള അംഗങ്ങൾക്ക് സംസ്ഥാനങ്ങളുടെ ഷെയറിനെ കുറിച്ചാണ് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അത് ഈ രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ചർച്ചയാകണം. ആ ചർച്ച ഒഴിവാക്കി അതിനെക്കുറിച്ച് നിരന്തരം കൺഫ്യൂഷനുകൾ ഉണ്ടാക്കി അതിൻ്റെ മുമ്പിൽ വനിതാ സംവരണ ബില്ല് വെച്ചിട്ട് കേന്ദ്ര സർക്കാർ നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് കാണിക്കുന്നത് അങ്ങേറ്റത്തെ മര്യാദകേടാണ്. ഇത് ജനാധിപത്യ വിരുദ്ധമാണ്. നിങ്ങൾ ഈ പ്രശ്നം നാട്ടുകാരുടെ മുമ്പിൽ വെക്കണം. ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം ഞാൻ പറഞ്ഞു, നേരത്തെ നമ്മുടെ നാട്ടിലൊരു കൺസെൻസസ് ഉണ്ട്. അതായത് ഒരു കോൺഗ്രസ് സർക്കാർ കൊണ്ടുവന്നതാണ്. അന്ന് അത് പാസ്സായി 3-2 ഭൂരിപക്ഷത്തോടെ അത് വാജ്പേയിയുടെ സർക്കാരും അത് പാസ്സാക്കി. എന്ന് വെച്ചാൽ രാജ്യത്തൊരു കൺസെൻസസ് ഉണ്ട്. നിങ്ങൾക്ക് ആ കൺസെൻസസ് മാറ്റണോ, അതല്ലെങ്കിൽ അതിനകത്തൊരു പ്രോബ്ലം ഉണ്ടെന്ന് കൂട്ടിക്കോ. ആ പ്രോബ്ലം ഉണ്ടെങ്കിൽ ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മളതിനെ ചർച്ച ചെയ്യണം. എന്നിട്ട് ഒരു സർവകക്ഷി യോഗം പോലും വിളിക്കാൻ വേണ്ടി സർക്കാരിന് ഇതിനെക്കുറിച്ച് തയ്യാറായിട്ടില്ല. ബില്ല് കൊണ്ടുവന്നിട്ട് അത് പാർലമെൻറ്റിൽ ഉള്ളതോ ഇല്ലാത്തതോമായ ഭൂരിപക്ഷം വെച്ച് ഇത് സ്റ്റീം റോൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ്. ഇത് അങ്ങേയറ്റം ജനാധിപത്യ വിരുദ്ധമാണ്. നമുക്കൊരു മുമ്പിലൊരു പ്രോബ്ലം ഉണ്ട് എങ്കിൽ ആ പ്രോബ്ലത്തിന് എല്ലാവരും ഉത്തരവാദികളാണ്. അപ്പോൾ എല്ലാവരും ഉത്തരവാദപ്പെട്ട മനുഷ്യരുമാണ്. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അതിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ആളുകളെ ഈ എക്സ്ട്രീം പൊസിഷനിൽ എടുക്കാൻ പ്രേരിപ്പിക്കുന്നതിന് പകരം നമുക്കൊരു പ്രോബ്ലം ഉണ്ട്, ആ പ്രോബ്ലം അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്നുള്ളതിലേക്ക് ഒരു സമന്വയത്തിലേക്ക് എത്തിക്കുക എന്നുള്ളത് ഒരു രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം അവർ എടുക്കുന്നില്ല എന്ന് മാത്രമല്ല, ഇപ്പോൾ തമിഴ്നാട്ടിലെ സ്റ്റാലിൻ പറഞ്ഞതുപോലെ, അല്ലെങ്കിൽ തെലങ്കാനയിലെ മുഖ്യമന്ത്രി പറഞ്ഞതുപോലെ എക്സ്ട്രീം പൊസിഷൻ എടുക്കാൻ വേണ്ടി ആളുകളെ നിർബന്ധിക്കുകയാണ്. ഇത് ഈ രാജ്യത്തെക്കുറിച്ചുള്ള RSSൻ്റെയും BJPയുടെയും ഞാൻ നേരത്തെ പറയും ഇൻസീഡിയസ് ആയിട്ടുള്ള പ്ലാൻ, ആളുകളെ എക്സ്ട്രീം പൊസിഷൻ എടുക്കാൻ വേണ്ടിയിട്ട്. നമ്മുടെ രാജ്യത്തിലൊരു പ്രോബ്ലം ഉണ്ട്, ഡീലിമിറ്റേഷനുമായിട്ട് ബന്ധപ്പെട്ടൊരു പ്രശ്നമുണ്ടെങ്കിൽ അത് അഡ്രസ്സ് ചെയ്യണം. അതല്ലാതെ എല്ലാ മനുഷ്യരും അംഗീകരിക്കുന്ന വനിതാ സംവരണം എന്നുള്ള ഒരു പ്രധാനപ്പെട്ട വിഷയത്തിൻ്റെ ഇടയ്ക്ക് കൂടി ഇതിനെ തിരികെ കയറ്റി സ്വന്തം അജണ്ട നടപ്പാക്കുക എന്നുള്ളത് അപകടകരമായിട്ടുള്ള ഒരു രാഷ്ട്രീയ നീക്കമായിട്ട് മാത്രമേ എനിക്ക് കാണാൻ വേണ്ടി പറ്റൂ. അല്ല, ഇതിൽ പ്രധാനമായിട്ടുള്ളത് ഈ ഒട്ടും സുതാര്യതയില്ലാതെയാണ് ഇതിൻ്റെ കേന്ദ്ര സർക്കാർ ഈ ബില്ലുകൾ ഇപ്പോൾ കൊണ്ടുവന്നത്. ഇപ്പം നമ്മുടെ ജേക്കബ് നേരത്തെ സൂചിപ്പിച്ച പോലെ ഇന്ത്യയുടെ പാർലമെൻ്ററി ജനാധിപത്യവുമായി ബന്ധപ്പെട്ട നിയമനിർമ്മാണ പ്രക്രിയ അല്ലെങ്കിൽ നമ്മുടെ ലെജിസ്ലേറ്റീവ് പ്രോസസ്സിൻ്റെ ഏറ്റവും വലിയ ഒരു മാറ്റമാണ് ഈ ഒരു ബില്ലിലൂടെ ഇവർ ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ ആ നിലയിൽ നടക്കുന്നതിന് ഉദ്ദേശിക്കുന്നത്. അത്തരം ഒരു മാറ്റം കൊണ്ടുവരുന്ന അല്ലെങ്കിൽ അത്തരം മാറ്റം വിഭാവന ചെയ്യുന്ന ഒരു ബില്ല് 2 ദിവസത്തിന് മുമ്പാണ് അത് ആദ്യമായിട്ട് വിതരണം ചെയ്യുന്നതിന്. 2 ദിവസം കൊണ്ട് ഇത് വായിച്ചു നോക്കി ഇതൊന്ന് പഠിക്കാൻ പോലും ഒരു ആൾക്കാർക്ക് സമയമുണ്ടാവില്ല. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയ ഒരു വിഷയമാണ്. ഇന്ത്യയെ പോലുള്ള വളരെ സങ്കീർണമായിട്ടുള്ള വൈവിധ്യങ്ങളുള്ള ഒരു രാജ്യത്തിൻ്റെ പ്രതിനിധാനം എങ്ങനെ ആയിരിക്കണം പാർലമെൻറ്റിൽ. ആ രാജ്യത്തിൻ്റെ പ്രതിനിധാനം എന്ന് പറയുമ്പോൾ ആ രാജ്യത്തിനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത സംസ്ഥാനങ്ങളുടെ പ്രതിനിധാനം എന്തായിരിക്കണം എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും നിർണായകമായ വശം. അപ്പം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രോസസ്സിനെ, പ്രത്യേകിച്ച് ലോകസഭ എങ്ങനെ കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്തു എന്നുള്ള പ്രോസസ്സിനെ കുറിച്ചിട്ടുള്ള ഒരുപാട് പുതിയ പഠനങ്ങൾ, കോൺസ്റ്റിറ്റ്യൂഷണലായിട്ടും പൊളിറ്റിക്കലായിട്ടുമുള്ള ഒരുപാട് പുതിയ പഠനങ്ങൾ ഉണ്ട്. വളരെ സമ്പന്നമായ പഠനങ്ങൾ നമുക്കുണ്ട്. അതിലെല്ലാം തന്നെ കാണിക്കുന്ന ഒരു സാധനം എന്ന് പറഞ്ഞാൽ, നമുക്ക് 1 വോട്ട് 1 ഇതെന്ന് പറഞ്ഞിട്ടുള്ള ഒരു തുല്യത, പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഉണ്ടെങ്കിലും പാർലമെൻറ്റിനകത്തുള്ള പ്രതിനിധാനത്തിന് അല്ലെങ്കിൽ റെപ്രസെൻറ്റേഷൻ്റെ കാര്യത്തിൽ നമുക്ക് ആ ഈക്വാലിറ്റി ഇല്ല. അതൊരു അനോമലിയാണ്. അപ്പോൾ ഇന്ത്യയെപ്പോലുള്ളൊരു രാജ്യം, നമുക്കറിയാം 1947 സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം വരുന്ന നമ്മൾ ഇന്ന് കാണുന്ന ഇന്ത്യയല്ല അന്നുള്ളത്. അന്ന് നാട്ടുരാജ്യങ്ങൾ 600ഓളം നാട്ടുരാജ്യങ്ങളുണ്ട്. വിഭജനത്തിൻ്റെ വലിയ ഒരു തീക്ഷ്ണമായ അനുഭവങ്ങളുണ്ട്. ഇങ്ങനെ നിരവധി സംഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു കാലഘട്ടത്തിലുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലി, ആ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയുടെ തന്നെ ക്യാരക്ടർ തന്നെ ഇന്ത്യയിലെ മൊത്തം 5% ജനങ്ങൾ മാത്രം വോട്ടെടുത്ത് തിരഞ്ഞെടുക്കപ്പെട്ട ഒരു കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയാണ്. കാരണം പഴയ യൂണിവേഴ്സൽ വോട്ടവകാശത്തിൻ്റെ മുകളിലുണ്ടായ കോൺസ്റ്റിറ്റ്യൂവൻ്റ് അസംബ്ലിയല്ല. ആ പരിമിതികൾക്കെല്ലാം ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇങ്ങനെ ഒരു സെറ്റപ്പ് നമ്മൾ ഡെവലപ്പ് ചെയ്യുന്നത്. എന്നിട്ട് എല്ലാ 10 വർഷവും ഈ പറയുന്ന പോലെ സെൻസസിൻ്റെ അടിസ്ഥാനത്തിൽ ഈ പറയുന്ന ഡീലിമിറ്റേഷൻ എക്സസൈസ് നടത്താമെന്നുള്ളതായിരുന്നു നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷണൽ പ്രൊവിഷൻ. അതാണ് ഈ ജേക്കബ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജനസംഖ്യാ അടിസ്ഥാനത്തിലുള്ള അനോമലീസ് നിലനിൽക്കുന്നതുകൊണ്ട് 71 സെൻസസിൻ്റെ ഫിഗറിൽ വെച്ച് അത് ഫ്രീസ് ചെയ്യുകയും 25 വർഷം കഴിഞ്ഞ് പരിശോധിക്കാമെന്ന് പറയുന്നു.
അത് 76-ൽ ആ നിയമം ഭേദഗതി പാസ്സാക്കിയതിന് ശേഷം 2001 വീണ്ടും ആ നിയമ ഭേദഗതി അതുപോലെ അപ്പം 26-ലാണത് മാറേണ്ടത്. അപ്പോൾ ഇതിനകം തന്നെ ഇപ്പോൾ ഇന്ത്യയിൽ നോക്കിക്കഴിഞ്ഞിരുന്നാൽ സാമൂഹ്യ ശാസ്ത്രജ്ഞന്മാരായ നിരവധി ആൾക്കാർ, കോൺസ്റ്റിറ്റ്യൂഷണൽ വിദഗ്ധർ ഈ വിഷയത്തെക്കുറിച്ചിട്ട് വളരെ ഗഹനമായിട്ട് ആലോചിക്കുകയും നിരവധി പോസിറ്റീവായ നിർദ്ദേശങ്ങൾ നടത്തുകയും ചെയ്തിട്ടുണ്ട്. കാരണം ഇപ്പം വേറൊരർത്ഥത്തിൽ നമുക്കൊരു പുതിയ ഫെഡറൽ കൺസെൻസസ് തന്നെ വേണമെന്നുള്ള ചിന്തകളും, അല്ലെങ്കിൽ ചിന്തകളല്ല, അഭിപ്രായങ്ങൾ വളരെ സജീവമായിട്ട് നിലനിൽക്കുന്ന ഒരു കാലമാണ്, അല്ലെങ്കിൽ മുന്നോട്ട് വയ്ക്കുന്ന കാലമാണ്. അപ്പോഴാണ് ഈ പറഞ്ഞതുപോലെ സ്ലേറ്റ് ഓഫ് ഹാൻഡ് എന്ന് പറയുന്ന ഒരു രീതിയിലുള്ള ഒരു നിയമനിർമ്മാണവുമായിട്ട് കേന്ദ്ര സർക്കാർ വരുന്നത്. കാരണം വനിതാ സംവരണം നടപ്പിലാക്കാനായിട്ട് ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. അന്ന് വനിതാ സംവരണ ബില്ല് 2023-ൽ പാസ്സാക്കുമ്പോൾ തന്നെ ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികൾ പറഞ്ഞത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഉടനെ ഈ വരുന്ന തെരഞ്ഞെടുപ്പിൽ തന്നെ ഇത് നടപ്പിലാക്കിക്കോളൂ. അപ്പോൾ ഈ സർക്കാരാണ് പറഞ്ഞത് വേണ്ട, നമ്മൾക്ക് 2026-ലെ സെൻസസ് കഴിഞ്ഞതിന് ശേഷവും ഇത് കഴിഞ്ഞതിന് ശേഷം ചെയ്യും. അപ്പം ഡീലിമിറ്റേഷനും വനിതാ ബില്ലുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സംശയാസ്പദമായിട്ടുള്ള ഒരു പൊളിറ്റിക്സിൻ്റെ ഭാഗമായിട്ട് മാത്രമേ നമുക്ക് കാണാൻ പറ്റുള്ളൂ. സേതു പറഞ്ഞ ഒരു അനോമലി എന്ന് പറഞ്ഞല്ലോ, ഈ അനോമലി വരും. കാരണം നമ്മൾ 76-ൽ നമ്മളിത് ഫ്രീസ് ചെയ്യുമ്പോൾ അന്ന് രാജ്യം നമ്മുടെ ജനസംഖ്യാ വർധന നമ്മുടെ റിസോഴ്സസിൻ്റെ മീറ്റ് ചെയ്യുന്നതിന് അപ്പുറത്തേക്കാണെന്നുള്ളൊരു തോന്നലുണ്ടായിരുന്നു. അപ്പോൾ പോപ്പുലേഷൻ കൺട്രോളിന് വേണ്ടി വളരെ സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ അത് സംസ്ഥാനങ്ങൾ സീരിയസ് ആയിട്ട് എടുക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ പോപ്പുലേഷൻ കൺട്രോൾ നിങ്ങൾ വിജയിച്ചാലും നിങ്ങളുടെ റെപ്രസെൻറ്റേഷൻ കുറയില്ല. അതാണ് എസെൻഷ്യലി ആ പൊളിറ്റിക്കൽ പ്രോമിസ്. അതാണ് അതിന് പുറത്താണ് നമ്മളിപ്പോഴും നിൽക്കുന്നത്. അപ്പോൾ ഇപ്പം നമുക്കൊരു അനോമലി ഉണ്ട്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ 10 ലക്ഷം 14 ലക്ഷം പേർക്ക് ഒരു MP ഒരു ലോക്സഭാ അംഗം ഉണ്ടെങ്കിൽ അതിൻ്റെ ഇരട്ടി പേർക്കാണ് രാജസ്ഥാനിൽ നിന്നുള്ള ആളുകൾക്കൊരു MP ഉള്ളത്. ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മുടെ ഒരു പരാജയമാണത്. അപ്പം നമ്മളതിനെ ഒരു ആർട്ടിഫിഷ്യൽ ഈക്വലൻസ് കൊണ്ടുവന്നിട്ട് നമ്മളതിനെ ഒരു തേപ്പൂട്ടി വെച്ചിട്ട് അതെല്ലാം കൂടെ തേച്ച് കളയാം എന്ന് വിചാരിക്കരുത്. ഇപ്പം ലോകത്തെ ഡെമോക്രസികളിൽ പലതരം എക്സ്പെരിമെൻറ്റ്സ് അവർ നടത്തിയിട്ടുണ്ട്. ഇപ്പോൾ അമേരിക്കയിൽ നമ്മൾ എടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ ഹൗസ് ഓഫ് റെപ്രസെൻറ്റേറ്റീവ്സിൽ ഇപ്പോൾ കാലിഫോർണിയയിൽ നിന്ന് 54 അംഗങ്ങളുണ്ട്, ഏറ്റവും വലിയ സ്റ്റേറ്റ് എന്ന ഏറ്റവും ജനസംഖ്യയുള്ള സ്റ്റേറ്റ് എന്ന നിലയ്ക്ക്. അലാസ്കയിൽ നിന്ന് ഒരാളേ ഉള്ളൂ. പക്ഷേ സെനറ്റ് സത്യത്തിൽ കൂടുതൽ പവറുള്ള സെനറ്റിലേക്ക് വന്നു കഴിയുമ്പം കാലിഫോർണിയയ്ക്കും 2 അംഗങ്ങൾ, അലാസ്കയ്ക്കും 2 അംഗങ്ങൾ. അതായത് ചെറിയ സംസ്ഥാനങ്ങളുടെ പുറത്ത് വലിയ സംസ്ഥാനങ്ങൾ അധികാരം കാണിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള ഈ ചെക്ക് ആൻഡ് ബാലൻസ് സിസ്റ്റംസ് ഉണ്ട്. അപ്പം അത് അവരാലോചിച്ചുണ്ടാക്കിയ ഒരു സിസ്റ്റമാണ്. നമുക്ക് ഈ പ്രശ്നം ഉണ്ട് എങ്കിൽ നമ്മളും അതിനെക്കുറിച്ച് ആലോചിക്കണം. ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മളും ഈ ഒരു പ്രശ്നം എങ്ങനെയാണ് രാജസ്ഥാനിലെ 34 ലക്ഷം പേര് ഒരു ലോക്സഭാ അങ്ങനത്തെ തിരഞ്ഞെടുക്കുമ്പോൾ തമിഴ്നാട്ടിലോ കേരളത്തിലോ 14 ലക്ഷം പേര്. അപ്പോൾ ഇതിൻ്റെ അകത്തൊരു അനോമലി ഉണ്ട്. ഇതിൻ്റെ അകത്തൊരു അനോമലി ഉള്ളപ്പോൾ ഇതേ അനോമലി നമ്മുടെ ഫൈനാൻഷ്യൽ പെർഫോമൻസിൻ്റെ കാര്യത്തിലുമുണ്ട്. ഇപ്പം നമ്മൾ കേന്ദ്ര സർക്കാരിൻ്റെ ഫിനാൻസ് കമ്മീഷൻ്റെ പണം വീതം വെക്കുമ്പോൾ കൂടുതൽ ജനസംഖ്യയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നു, കൂടുതൽ പിന്നോക്കാവസ്ഥയുള്ള സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ കിട്ടുന്നു, ജനസംഖ്യ കുറഞ്ഞ താരതമ്യം പുരോഗമിച്ച സംസ്ഥാനങ്ങൾക്ക് കുറവാകുന്നു, സംസ്ഥാനങ്ങളിൽ അടുത്തുനിന്ന് വികസിച്ച ജനസംഖ്യ കുറഞ്ഞ ദിവസങ്ങളിൽ നിന്നും വികസിക്കാത്ത ജനസംഖ്യ കൂടുതലുള്ള നാടുകളിലേക്ക് പണം പോകുന്നു. ഇപ്പോൾ ഞാനിപ്പോൾ കഴിഞ്ഞ ദിവസം ഒരു റിസർവ് ബാങ്കിൻ്റെ കണക്കെടുക്കുമ്പോൾ, അതായത് സ്വന്തം റവന്യൂ എക്സ്പെൻഡിച്ചർ, സ്വന്തം വരുമാനം കൊണ്ട് മീറ്റ് ചെയ്യുന്ന ആദ്യത്തെ 10 സ്റ്റേറ്റുകൾ നമ്മൾ എടുത്താൽ അതിൽ ഏറ്റവും ഒന്നാമത്തെ സ്റ്റേറ്റ് ഗുജറാത്താണ്. ഗുജറാത്ത് അതിൻ്റെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ 78% സ്വന്തം റവന്യൂവിൽ നിന്നാണ് കണ്ടെത്തുന്നത്. ആദ്യത്തെ 10 സംസ്ഥാനങ്ങൾ എടുത്തു കഴിഞ്ഞാൽ ഗോവ, തെലങ്കാന, കർണാടക, മഹാരാഷ്ട്ര, ഹരിയാന, തമിഴ്നാട്, ഒഡീഷ, കേരള, പഞ്ചാബ്. ഇതാണ് 10 സംസ്ഥാനങ്ങൾ. ഏറ്റവും കുറവുള്ള കേരളത്തിൻ്റെ 61%, നമ്മുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ 61% നമ്മൾ സ്വയമാണ് കണ്ടെത്തുന്നത്. നമ്മൾ ഇതിൻ്റെ അകത്ത് കാണാത്ത സംസ്ഥാനങ്ങളുണ്ട്. അതായത് ഉത്തർപ്രദേശ്, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഇങ്ങനെ ഉള്ള സംസ്ഥാനങ്ങളുണ്ട്. ആ സംസ്ഥാനങ്ങളുടേത് അവരുടെ റവന്യൂ എക്സ്പെൻഡിച്ചറിൻ്റെ വളരെ ഒരു ചെറിയ ശതമാനം മാത്രമാണ് അവർ സ്വയം. ഫോർ എക്സാമ്പിൾ ബീഹാറിൻ്റെ കാര്യത്തിലേക്ക് അതായത് 25% മറ്റാണ്. 75% കേന്ദ്ര സർക്കാരിൻ്റെ ഡെവല്യൂഷൻ കൊണ്ട് അവിടെ നിന്ന് കിട്ടുന്ന പണം കൊണ്ടാണ് ആ സംസ്ഥാനം. ഒരു ഇന്ത്യക്കാരൻ എന്ന നിലയ്ക്ക് സത്യത്തിൽ എനിക്ക് അതിനകത്ത് പ്രശ്നമൊന്നുമില്ല. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് കേസ്. അത് നമ്മൾ ഒരു രാജ്യം എന്ന നിലയ്ക്ക് അവരും സാമ്പത്തികമായിട്ട് മുമ്പോട്ട് വരിക എന്നുള്ള അത്യാവശ്യമുള്ള കാര്യമാണ്. പക്ഷേ ഇത് പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വരുമ്പോൾ ഇത് നേരെ തിരിച്ചാകുകയാണ്. പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ വരുമ്പം ഇപ്പോൾ 71 അതിനെക്കുറിച്ചൊരു കണക്കുള്ളതെന്ന് വെച്ചാൽ 71 ഇപ്പോഴത്തെ നമ്മൾ ആദ്യത്തെ ബീഹാറിൻ്റെ ജോഗ്രഫി എടുത്ത് വെച്ചാൽ, അപ്പോൾ അതിനകത്ത് 30 അങ്ങോട്ട് പോയിട്ടുണ്ട്. നേരത്തെ 54 ഒറിജിനൽ ജാർഖണ്ഡ് ഉള്ളപ്പം
അതായത് തമിഴ്നാടിനും ബീഹാറിനും ഏകദേശം സെയിം ആയിരുന്നു. അതെ അതെ. തമിഴ്നാടിൻ്റേത് ഇപ്പം ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ അവസ്ഥ വെച്ച് നോക്കേണ്ട തമിഴ്നാടിൻ്റെ കുറയും, ബീഹാറിൻ്റെ ഏകദേശം ഇരട്ടിയാവും. ഇതാണ് അതിൻ്റെ പ്രശ്നം. അപ്പം നമ്മൾക്കൊരു കളക്റ്റീവ് ഫെയിലിയർ ഉണ്ടായിട്ടുണ്ട്. നമ്മുടെ പോപ്പുലേഷൻ കൺട്രോൾ പോളിസി എല്ലായിടത്തും മുമ്പോട്ട് കൊണ്ടുവരാനും സാമ്പത്തികമായും എല്ലാവരെയും ഒരുമിച്ച് മുമ്പോട്ട് കൊണ്ടുപോകാനും നമ്മുടെ കേന്ദ്ര സർക്കാരുകൾക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അതിൻ്റെ ഭാഗമായി അത് കഴിയാതെ പോയ ആളുകൾ ജനസംഖ്യാ നിയന്ത്രണം ഇഫക്റ്റീവായി നടപ്പാക്കുകയും സാമ്പത്തിക പുരോഗതി നടപ്പാക്കുകയും ചെയ്ത സംസ്ഥാനങ്ങളും അതില്ലാത്ത സംസ്ഥാനങ്ങളും എന്നൊരു വേർതിരിവ് ഇവിടെ ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ഇതൊരു ഫോൾട്ട് ലൈനാണ്. ഇതൊരു ഭ്രംശരേഖ എന്ന് നമ്മൾ പറയും. ഒരു രാജ്യം എന്ന നിലയ്ക്ക് നമ്മൾ ഇതിനെ എന്ത് ചെയ്യണം? ഈ ഭ്രംശരേഖ അടിച്ച് വലുതാക്കി പിന്നെ നാട്ടുകാരെ മുഴുവൻ അറിയിച്ച് ഇത് ഓരോ മനുഷ്യൻ്റെ ഇടയിൽ കൊണ്ടുവന്നിട്ട് ഈ രാജ്യത്തെ ഛിന്നഭിന്നമാക്കണോ? ഈ ഒരു പ്രോബ്ലം നമുക്കുണ്ട്, നമ്മളിത് ഒരുമിച്ച് അഡ്രസ്സ് ചെയ്യേണ്ടതാണ് എന്ന് പറഞ്ഞ് ചെയ്യേണ്ടതുണ്ടോ? അതാണ് ഇതിൻ്റെ ഏറ്റവും ഫണ്ടമെൻ്റലായിട്ടുള്ള ചോദ്യം. ഈ സംസ്ഥാനങ്ങളെ നയിക്കുന്ന രാഷ്ട്രീയ പാർട്ടികളെ വിളിച്ച് ഇങ്ങനൊരു പ്രോബ്ലമുണ്ട്, നമുക്കിത് അഡ്രസ്സ് ചെയ്യേണ്ടതുണ്ട് എന്ന് പറയാനുള്ള ഉത്തരവാദിത്തം കേന്ദ്ര സർക്കാരിനുണ്ട്. ആ ഉത്തരവാദിത്തം കാണിക്കാതെ ഇതിൻ്റെ അകത്ത് പൊളിറ്റിക്കൽ വണ്ണപ്മാൻഷിപ്പാണ്. അതായത് ഇതിൻ്റെ അകത്ത് വളരെ സിമ്പിളായിട്ട് ചെയ്തു. അതായത് ഞങ്ങൾ വനിതാ സംവരണ നിയമം ഓപ്പറേഷണലൈസ് ചെയ്യാൻ വേണ്ടി ഒരു നിയമം കൊണ്ടുവന്ന് പ്രതിപക്ഷങ്ങൾ ഇതിനെ പരാജയപ്പെടുത്തി എന്നൊരു നരേറ്റീവ് സാധാരണ മനുഷ്യരോട്, നമ്മുടെ നാട്ടിലെ മനുഷ്യരോട് പറയാൻ വേണ്ടിയിട്ടുള്ളത് ഒന്ന്. രണ്ടാമത്തേത്, ഇതിൻ്റെ അകത്ത് വേറൊരു ഗെയിം ഞാൻ കാണുന്നുണ്ട്. സമാജ്വാദി പാർട്ടി ഇതിൻ്റെ അകത്ത് പ്രതിപക്ഷത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അംഗമാണ്. ഇപ്പോൾ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കാൻ വേണ്ടിയിട്ട് കോൺഗ്രസ്, സമാജ്വാദി പാർട്ടി, തൃണമൂൽ കോൺഗ്രസ്, DMK ഈ 4 പാർട്ടികൾ വോട്ട് ചെയ്താൽ ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാവില്ല. ഇപ്പോൾ ഇന്നിപ്പം ഈ ബില്ലിനെതിരെ 185 പേര് പാർലമെൻറ്റിൽ എണീറ്റ് നിന്ന് പറഞ്ഞു. ഈ ബില്ല് വോട്ടിന് വരുമ്പോൾ ഈ 185 പേര് വോട്ട് ചെയ്താൽ ഈ ബില്ല് തോക്കും, ഈ ബില്ല് പരാജയപ്പെടും. അപ്പം പരാജയപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സമാജ്വാദി പാർട്ടിക്കെതിരെ UP ബഹളം കൊണ്ടുവരാം, ഒരു നരേറ്റീവ് ഇറക്കി വിടാം. കാരണം ഉത്തർപ്രദേശിന് ജനസംഖ്യാനുപാതികമായി പിന്നെ സീറ്റുകൾ കിട്ടാനുള്ള നീക്കത്തെ സമാജ്വാദി പാർട്ടി എതിർത്ത് തോൽപ്പിച്ചു എന്ന് വെച്ചാൽ വളരെ പെറ്റിയായിട്ടുള്ള രാഷ്ട്രീയ ലാഭങ്ങൾക്ക് വേണ്ടി, രാഷ്ട്രീയ ദുഷ്ടലാക്കുകൾക്ക് വേണ്ടി നമ്മുടെ രാജ്യം നേരിടുന്ന ഒരു പ്രധാനപ്പെട്ട പ്രശ്നത്തെ വെച്ച് ചൂത് കളിക്കുകയാണ് ഇപ്പോൾ ശരിക്കും കേന്ദ്ര സർക്കാർ ചെയ്യുന്നത്. ഈ രാജ്യത്തോട് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും വലിയ ദ്രോഹങ്ങളിലൊന്നാണ് ഇപ്പം നമ്മുടെ പാർലമെൻറ്റ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. നമ്മുടെ പാർലമെൻറ്റേറിയൻസ് ഐ തിങ്ക് ദേ റിയലൈസ് ദ റിയൽ ഡാമേജ് ദാറ്റ് ദിസ് ഇസ് ഗോയിങ് ടു കോസ്. അല്ല, ഇതിൽ വേറെ ഒരു കാര്യം കൂടെ ഉണ്ട്. കാരണം നമ്മുടെ ഈ അനോമലി എന്ന് പറയുന്നത് നമ്മുടെ പല പഠനങ്ങളും കാണിക്കുന്നതെന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഞാൻ നേരത്തെ സൂചിപ്പിച്ചുകൊണ്ടല്ലോ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി എന്ന് പറഞ്ഞ സംസ്ഥാനങ്ങളുടെ ഈക്വാലിറ്റി നമ്മുടെ ലോകസഭയിൽ പ്രതിനിധാനം ചെയ്യുന്നില്ല. നമ്മുടെ രാജ്യസഭ ഈ അനോമലിയെ ഒന്ന് കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് രാജ്യസഭ വിഭാവന ചെയ്തതെന്നുണ്ടെങ്കിലും അത് പക്ഷേ നേരെ വിപരീതമായ നിലയിലേക്ക് മാറുന്നതല്ല. ഇപ്പോൾ ഒരു സജഷൻ ഫോർ ഇൻസ്റ്റൻസ് ചിലർ വെച്ചിട്ടുള്ള ഇതാണ്, നമ്മൾ ഈ ലോകസഭയിലേക്ക് നമ്മൾ ഈ ഒരു സീറ്റുകൾ എന്തായാലും കൂട്ടേണ്ടി വരും. കാരണം ആ നിലയിലേക്ക് നമ്മുടെ പോപ്പുലേഷൻ്റെ ഇത് മാറിയിട്ടുണ്ട്. അപ്പം അതുകൊണ്ട് സീറ്റുകൾ എന്തായാലും കൂട്ടേണ്ടി വരും. ഞാനൊന്ന് ആഡ് ചെയ്യാം. അതായത് സീറ്റുകൾ നമ്മൾ കൂട്ടേണ്ടി വരും. കാരണം ഇപ്പം നമ്മൾ അമേരിക്ക നേരത്തെ പറഞ്ഞില്ല, അമേരിക്കയിൽ സെനറ്റർമാരും ഹൗസും കൂടെ കൂടി കഴിഞ്ഞിട്ടുണ്ട് ഏകദേശം 535 പേരായിട്ടുണ്ട്. അവിടെ 36 കോടിയാണ് ജനസംഖ്യ ഉള്ളത്. ബ്രിട്ടനിൽ 650 MP-മാരുണ്ട്, 6 കോടിയാണ് ജനസംഖ്യ ഉള്ളത്. നമുക്കിവിടെ 140 കോടി ജനസംഖ്യകൾക്കാണ് നമ്മൾ ആകെ 800 പാർലമെന്റ് അംഗങ്ങളുള്ളത്. രാജ്യസഭ ലോക്സഭ കൂട്ടിയാൽ നമുക്ക് അമേരിക്കയിൽ 2 സഭകളോട് കൂടിയാലാണ്. അപ്പം നമ്മൾക്ക് സംഖ്യ കൂട്ടുന്നതിന് അബ്സല്യൂട്ട്ലി നോ ഇഷ്യൂസ്, അതിനകത്തൊരു പ്രശ്നമേ ഇല്ല. ശരി. അപ്പോൾ ഈ സംഖ്യ കൂട്ടുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ഏത് കൂട്ടുമ്പോഴത്തേക്ക് പകരമായിട്ട് രാജ്യസഭ, നേരത്തെ ജേക്കബ് അമേരിക്കയുടെ എക്സാമ്പിൾ സൂചിപ്പിച്ച പോലെ എല്ലാ സംസ്ഥാനങ്ങൾക്കും തുല്യമായിട്ട് രാജ്യസഭയുടെ റെപ്രസെൻറ്റേഷൻ കൊടുക്കാൻ പറ്റുമോ? അങ്ങനെ കൊടുത്താൽ എന്തായിരിക്കും സംഭവിക്കുക? അപ്പോൾ അല്ലെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ കട്ട് ഓഫ് എവറി സ്റ്റേറ്റ് വിൽ ഹാവ് ഒരു 5 രാജ്യസഭാ മെമ്പേഴ്സ് ഉണ്ടാകും. പിന്നെ അത് കഴിഞ്ഞിട്ട് ആ സ്റ്റേറ്റിൻ്റെ പോപ്പുലേഷൻ അനുസരിച്ചിട്ട് പിന്നെ ഇവർ സ്റ്റേറ്റുകളുടെ ഉത്തരവാദിത്വം തന്നെ നോക്കണമെന്നുള്ളത്. കാരണം ഈ സ്റ്റേറ്റുകളുടെ ഈക്വാലിറ്റി ആണ് നമ്മുടെ വിഷയമായിട്ട് വരുന്നത്. ഇതിനകത്ത് ഈ ഡിലിമിറ്റേഷൻ്റെ ഏറ്റവും വലിയ സാധനം സ്റ്റേറ്റുകളുടെ ഈക്വാലിറ്റിയാണ്. കാരണം ഈ ലോകസഭയിൽ മെജോറിറ്റി ക്ലെയിം ചെയ്യാൻ പറ്റുന്ന ഇപ്പോഴത്തെ ഒരു സ്റ്റേറ്റുകൾ രാഷ്ട്രീയ അധികാരം കംപ്ലീറ്റ് ആയിട്ട് മൊണോപ്പൊളൈസ് ചെയ്യരുത് എന്നുള്ളതിനുള്ള എതിരെയുള്ള ഒരു ചെക്ക് എന്നുള്ള നിലയിലാണ് ഈ പൊളിറ്റിക്കൽ ഈക്വാലിറ്റി ഓഫ് ദ സ്റ്റേറ്റ്സ് എന്ന് പറയുന്ന സാധനം വയ്ക്കുന്നത്. അപ്പോൾ ഇപ്പോഴത്തെ നിലയിൽ ഇപ്പോൾ ഇവരുടെ സജഷൻ അനുസരിച്ചിട്ട് വരികയാണെങ്കിൽ 850 സീറ്റുകൾ വരികയാണെന്നുണ്ടെങ്കിൽ UP, ബീഹാർ, രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഹരിയാന, ഡൽഹി ഇത്രയും സംസ്ഥാനങ്ങൾ വരുമ്പോഴത്തേക്ക് ഏതാണ്ട് 366ഓളം സീറ്റുകൾ അവിടത്തേക്ക് വരും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗുജറാത്ത്, മഹാരാഷ്ട്ര,
ഇതുകൂടെ ചേർന്ന് കഴിഞ്ഞിരുന്നാൽ ഇത്രയും സ്റ്റേറ്റുകൾക്ക് ഭരിക്കാൻ പറ്റും. ഇവർ മെജോറിറ്റി ഇവർക്ക് ഭരിക്കാൻ പറ്റും. സൗത്തും വെസ്റ്റും ഇല്ലാതെ സൗത്തും ഒരു പരിധി വരെ ഈസ്റ്റും ഇല്ലാതെ നിങ്ങൾക്ക് ഭരിക്കാൻ പറ്റും. അത് നേരത്തെ ജേക്കബ് സൂചിപ്പിച്ച പോലെ ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അതിൻ്റെ നിലനിൽപ്പിൻ്റെയും അതിൻ്റെ രാഷ്ട്രീയപരമായിട്ടുള്ള അവകാശങ്ങളുടെയും അസ്തിത്വങ്ങളുടെയും എല്ലാത്തിൻ്റെയും വളരെ വിശാലമായിട്ടുള്ള വിഷയമാണ്. അപ്പോൾ ഈ രാജ്യസഭയിൽ ഇങ്ങനെ വലിയ രീതിയിലുള്ള ഡിസ്കഷൻ, വലിയ രീതിയിലുള്ള ഡിസ്കോഴ്സ്, സംവാദങ്ങൾ ആവശ്യമുള്ള ഒരു വിഷയമാണിത്. അല്ലാതെ ഒരു ദിവസം ഇരുട്ടിൻ്റെ മറവിലൂടെ ഒരു ബില്ല് കൊണ്ടുവന്നിട്ട് അതിനെക്കുറിച്ച് പ്രധാനമന്ത്രി ഭയങ്കര ഇതായിട്ടുള്ള സ്ത്രീകളെ വെച്ചും കൊണ്ട് മുന്നിൽ നിർത്തിക്കൊണ്ട് വലിയ അതിഭാവുകത്വപരമായിട്ടുള്ള ഡയലോഗുകൾ പറയുന്നതിലൂടെ പറയുന്ന ഇതിൽ ആർക്കും എതിർപ്പില്ല. ഇതിൽ എതിർപ്പ് എല്ലാവരും പറഞ്ഞ ഇത് മാത്രമാണ്, നിങ്ങൾ ഈ ഡീലിമിറ്റേഷൻ എക്സസൈസ് ഇതുമായിട്ട് കൂട്ടിക്കുഴയ്ക്കരുത്, അത് വേറെ ഒരു കാര്യമായിട്ട് ഹാൻഡിൽ ചെയ്ത് ജീവിക്കണം. അപ്പം നേരത്തെ ജേക്കബ് ഇതിൻ്റെ ഇടയിൽ വരുമാനങ്ങളുടെ കാര്യം പറഞ്ഞു. അപ്പം ഈ ഡീലിമിറ്റേഷൻ്റെ കാര്യത്തിൽ ഈ പൊളിറ്റിക്കൽ നമ്പറിൻ്റെ അല്ലെങ്കിൽ ലോക്സഭാ എം പിമാരുടെ എണ്ണത്തിൻ്റെ ഒരു കാര്യം മാത്രമല്ല അതിലുള്ളത്, അതിൽ അണ്ടർലൈങ് ആയിട്ടുള്ള ഒരുപാട് കാര്യം ഫിസിക്കൽ ഫെഡറലിസത്തിൻ്റെ വിഷയമാണ്. പൊളിറ്റിക്കൽ ഫെഡറലിസം പോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഫിസിക്കൽ ഫെഡറലിസം. അത് പ്രത്യേകിച്ച് കഴിഞ്ഞ 70 വർഷത്തെ നമ്മുടെ രാഷ്ട്രീയ ചരിത്രം നമ്മളോട് പറയുന്നത് പ്രോഗ്രസീവ്ലി അല്ലെങ്കിൽ ഗ്രാജുവലി നമ്മുടെ ഫിസിക്കൽ ഫെഡറലിസത്തിനെ ഇല്ലാതാക്കിക്കൊണ്ട് ഉള്ള ഒരു സംവിധാനമാണ് കേന്ദ്ര സർക്കാരുകൾ പിന്തുടർന്നിട്ടുള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള നിലയിൽ ഈ പറയുന്ന രാഷ്ട്രീയമായിട്ട് നമ്മളെ ഈ തെക്കേ ഇന്ത്യൻ സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ അങ്ങനെയുള്ള സംസ്ഥാനങ്ങളെ കൂടുതലായിട്ട് ദുർബലപ്പെടുത്തുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രോസസ്സ് കൂടുതൽ കഠിനമായിട്ട് മുന്നോട്ട് പോകുമെന്നുള്ളൊരു സാഹചര്യമുണ്ട്. പിന്നെ അതേപോലെ തന്നെ ഇപ്പോൾ ഡീലിമിറ്റേഷൻ കമ്മീഷൻ എന്ന് പറയുന്നത്, സാധാരണ ഈ കമ്മീഷനുകൾ ഇത്തരം കാര്യങ്ങളെല്ലാം സെൻട്രൽ ഗവൺമെൻറ് മാത്രമാണ് തീരുമാനിക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള തീരുമാനത്തിൽ സംസ്ഥാനങ്ങളുടെ താല്പര്യങ്ങൾ വേണ്ട നിലയിൽ പ്രതിനിധീകരിക്കപ്പെടുമോ? അപ്പോൾ അതിൽ അവരുടെ ഈ കമ്മീഷനെ തീരുമാനിക്കുന്നത് നേരത്തെ സാധാരണഗതിയിൽ ചീഫ് ഇലക്ഷൻ കമ്മീഷണറോ അദ്ദേഹം നോമിനേറ്റ് ചെയ്യുന്ന വേറെ ഇലക്ഷൻ കമ്മീഷണർമാരോ സുപ്രീം കോടതി ജഡ്ജിയോ അങ്ങനെ 3 പേരുള്ളതാണ് ഡീലിമിറ്റേഷൻ കമ്മീഷൻ. അപ്പോൾ അത്തരത്തിലുള്ള ഇതുപോലെ കൂടുതൽ പ്രാതിനിധ്യത്തോടു കൂടിയുള്ള ഡീലിമിറ്റേഷൻ കമ്മീഷൻ വരാം. ഇങ്ങനെയൊക്കെയുള്ള നിരവധി ചർച്ചകൾ, ഇതൊന്നും ഒരു ദിവസം കൊണ്ടുണ്ടായതല്ല. കഴിഞ്ഞ 5-6 വർഷങ്ങളായിട്ട് ഇതിൻ്റെ ലിറ്ററേച്ചറുകൾ വളരെ വിപുലമായിട്ട് ഇന്ത്യയിലും വിദേശത്തും ഒക്കെയുള്ള സാമൂഹ്യ പഠിതാക്കളും അല്ലെങ്കിൽ രാഷ്ട്രീയ വിദഗ്ധരും നിയമവിദഗ്ധരും എല്ലാം ഈ കാര്യം പറയുന്നതാണ്. അപ്പോൾ അതിനെ എല്ലാത്തിനെയും മറച്ചു വെച്ചും കൊണ്ട് ഒരു സുപ്രഭാതത്തിൽ വന്നിട്ട് ഈ ബില്ലും കൊണ്ട് വരുന്നു എന്നുള്ളതാണ് ഈ ബില്ലിൻ്റെ ഏറ്റവും വലിയ ഒരു കാര്യം, അപക്വമായിട്ടുള്ള ഒരു കാര്യം. ഇപ്പം വെസ്റ്റ് ബംഗാളിലും തമിഴ്നാട്ടിലും തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുക. അവിടുത്തെ എം പിമാർ അവിടുത്തെ വളരെ ആക്റ്റീവായിട്ട് അവിടെ തെരഞ്ഞെടുപ്പിൽ ഇൻവോൾവ് ആണ്. അപ്പോൾ ആ മനുഷ്യർക്ക് ഇപ്പോൾ അവരുടെ തെരഞ്ഞെടുപ്പ് പ്രവർത്തനം നിർത്തിയപ്പോൾ പിന്നെ ലോക്സഭയിൽ അവർ വോട്ട് ചെയ്യണം. അത് ഈ സ്ത്രീകളുടെ പേരിൽ ഇത്രയധികം ആവേശം കൊള്ളുന്ന പ്രധാനമന്ത്രിക്ക് ഈ 10 ദിവസം കൂടെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ ഏപ്രിൽ 30 ആകുമ്പോഴത്തേക്കും അതിനുശേഷം സ്ത്രീകൾക്ക് അനുകൂലമായിട്ട് ബില്ലുകൾ പാസ്സാക്കാൻ പാടില്ല എന്നുള്ള ഭരണഘടനാ ഭേദഗതി നമ്മുടെ നാട്ടിലില്ല. 10 ദിവസം കൂടെയൊക്കെ മാറ്റി നിർത്തിയാൽ മതി. അത് ചെയ്യാതെ എന്ന് വെച്ചാൽ എനിക്കിത് തീരെ മനസ്സിലാകുന്നില്ല. ഇത് നമ്മളൊരു ബനാന റിപ്പബ്ലിക്കിൽ നടക്കുന്ന പോലെയാണ് നമ്മുടെ ഇത് നടക്കുന്നത്. ഇങ്ങനെയല്ല. ഇതിൻ്റെ അകത്ത് ഒരു കാരണവശാലും ചെയ്യാൻ പാടില്ലാത്ത കാര്യങ്ങൾ, ഒരു രാജ്യത്തെ ഭിന്നതയിലേക്ക് നയിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയം ഏറ്റവും വഷളായിട്ട് നമ്മുടെ മുമ്പിൽ ഇനിയിപ്പം നമ്മളെപ്പോലുള്ള മനുഷ്യർ ഈ കണക്കെടുക്കുന്നത് അതുകൊണ്ടാണ്. നിങ്ങൾ സേതു പറഞ്ഞ പോലെ ഫിസ്ക്കൽ ഫെഡറലിസം എന്നുള്ളത് പ്രാക്ടിക്കലി കുഴിച്ചുമൂടി. അത് കേന്ദ്ര സർക്കാരിൻ്റെ കയ്യിൽ നിന്ന് പണം കിട്ടാൻ വേണ്ടി സംസ്ഥാന സർക്കാരുകൾ കോടതിയിലേക്ക് പോകേണ്ട അവസ്ഥയിലേക്ക് വരെ കൊണ്ടുവന്നെത്തിച്ചു. അത് ഉള്ളിൽ കിടപ്പുണ്ട്. അപ്പോഴാണ് രാഷ്ട്രീയ അധികാരത്തിൻ്റെ പുറത്ത് രാഷ്ട്രീയ അധികാരം നിശ്ചയിക്കുന്ന സഭയിൽ ഇതേ സംസ്ഥാനങ്ങളുടെ അവകാശങ്ങൾ വീണ്ടും കുറയ്ക്കാൻ സാധ്യതയുള്ള ഒരു നിയമനിർമ്മാണവുമായിട്ട് ഇതേ മനുഷ്യർ വരുന്നത്. അപ്പോൾ അത് എന്തുമാത്രം ഇൻസിഡിയസ് ആയിട്ടുള്ള ഒരു ഡേഞ്ചറസ് ആയിട്ടുള്ള നമ്മുടെ കേരളത്തിൽ നിന്നുള്ള രാജ്യസഭാംഗമായ ജോൺ ബ്രിട്ടാസ് കഴിഞ്ഞ ദിവസം പറഞ്ഞത് നമ്മൾ ഓൾറെഡി ഒരു ഫിസിക്കൽ കോളനിയാണ്, ഇനി അതായത് ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങൾ ഇനി അതൊരു പൊളിറ്റിക്കൽ കോളനി കൂടെ ആയി മാറുമെന്നുള്ളത്. അതായത് ഈ നിലയിലുള്ള ഒപ്പീനിയൻസ് അല്ലെങ്കിൽ ഈ നിലയിലുള്ള അഭിപ്രായങ്ങൾ മുന്നോട്ട് വരിക എന്ന് പറയുന്നത് ഇന്ത്യയെപ്പോലുള്ള ഒരു വളരെ സങ്കീർണവും വൈവിധ്യങ്ങളും ഉള്ള ഒരു രാജ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അത്ര നല്ലതല്ല. കാരണം അത് അങ്ങനെ
അങ്ങനെയുള്ള അഭിപ്രായങ്ങൾ വരിക എന്ന് പറയുന്നത് അത് ഒരു രാജ്യത്തിൻ്റെ കെട്ടുറപ്പിനെയും അല്ലെങ്കിൽ അതിൻ്റെ എന്താ പറയുന്ന സുഗമമായ നടത്തിപ്പിനെയും. ഇതിൽ വേറെ കാര്യമുണ്ട്. പ്രധാനമന്ത്രി പറയുന്ന പോലെയാ, അതായത് സ്ത്രീകളെ ബഹുമാനിക്കുന്ന നാടാണ് ഏറ്റവും നല്ല നാട്, അഭിപ്രായ വ്യത്യാസമില്ല. അത് പ്രധാനമന്ത്രി പറഞ്ഞിട്ട് എന്താ പ്രധാനമന്ത്രി ചെയ്ത് നമ്മളെ കൊണ്ട് മറ്റേ കണക്ക് പറയിപ്പിക്കുകയാണ്. എങ്ങനെയാണ് ഈ സംസ്ഥാനങ്ങളുടെ റവന്യൂ ഡിസ്ട്രിബ്യൂഷൻ എന്ന്, ഓരോരുത്തർ അവരവരുടെ റവന്യൂ ബഡ്ജറ്റ് എങ്ങനെയാണ് മീറ്റ് ചെയ്യുന്നുള്ളതിൻ്റെ കണക്ക് നമ്മളെ കൊണ്ട് പറയിപ്പിക്കുകയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് നിങ്ങൾ എങ്ങനെ ഒരു രാജ്യം മുമ്പോട്ട് കൊണ്ടുപോകണം എന്നുള്ളതല്ല, സ്വന്തം പൊളിറ്റിക്കൽ ഐഡിയ മനുഷ്യരുടെ പുറത്ത് അടിച്ചേൽപ്പിക്കുക എന്നുള്ളതാണ് ഇതിൻ്റെ പുറത്ത് നമ്മൾ കാണുന്നത്. അതല്ലെങ്കിൽ ഇതിൽ വേറെ എന്തുമാത്രം വഴികളുണ്ട് ഈ പ്രശ്നം മുമ്പോട്ട് കൊണ്ടുപോകാൻ. അല്ല, ഇന്നിപ്പോൾ ഏതോ ഒരു പ്രധാന ആർട്ടിക്കിൾ വന്നതെന്ന് പറഞ്ഞാൽ 2019 മുതൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ദൂഷ്യങ്ങളെ കുറിച്ചിട്ട് ഏറ്റവും അധികം സംസാരിച്ചിരുന്ന വ്യക്തിയാണ് ശ്രീ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും. അദ്ദേഹം 2019 ഇലക്ഷൻ സ്പീച്ചുകൾ, 2023 ഈവൻ കഴിഞ്ഞ ഇലക്ഷൻ സ്പീച്ചിൽ വരെ അദ്ദേഹം പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ ഇത് രാജസ്ഥാനിൽ നടത്തിയൊരു പ്രസംഗത്തിൽ അദ്ദേഹം പറഞ്ഞത് ഇതിനു മുമ്പുള്ള സർക്കാരുകൾ കൂടുതൽ കുട്ടികളെ ഉണ്ടാക്കുന്നവർക്ക് കൂടുതൽ സഹായം കൊടുത്തിരുന്നു എന്നുള്ളത്. പ്രത്യേകിച്ച് അതൊരു അദ്ദേഹത്തിൻ്റെ സദസ്യമായ ലൈനിൽ മുസ്ലിം ന്യൂനപക്ഷത്തിനെതിരെയായിട്ടാണ് ആ പരാമർശം നടത്തിയത്. പക്ഷേ ഇപ്പം പെട്ടെന്ന് ഇത് വന്ന ഉടനെ തന്നെ ഈ സാധനങ്ങളെല്ലാം മറക്കുകയും പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ്റെ കാര്യത്തിൽ ഒരു പുരോഗതിയും വരുത്താത്ത ജനങ്ങളെ അല്ലെങ്കിൽ സംസ്ഥാനങ്ങളെ രാഷ്ട്രീയമായി റിവാർഡ് ചെയ്യുകയും ചെയ്യുന്നു എന്ന് പറയുന്ന ഒരു സമീപനമാണ് ഈ ബില്ല് ഇങ്ങനെ കൊണ്ടുവരുന്നതിൽ തെളിയുന്നത്. സാർ, ഇപ്പോൾ കേരളം പോലൊരു സംസ്ഥാനത്ത് ഈ ഒരു ഡീലിമിറ്റേഷൻ അല്ലെങ്കിൽ ഇപ്പോൾ സ്ത്രീ ശാക്തീകരണ ബില്ലിൻ്റെ പുറകെ വരുന്ന ഈ ഡീലിമിറ്റേഷൻ എങ്ങനെയായിരിക്കും അത് ബാധിക്കുക? ഇതിപ്പോൾ ഇതിനകത്തൊരു വിചിത്രമായിട്ടൊരു കാര്യമുള്ളത്, ഇപ്പം നമ്മൾ ഇതിൽ അഫക്റ്റഡ് ആകുന്ന സംസ്ഥാനങ്ങൾ ഇപ്പം തെലങ്കാന, ആന്ധ്രാപ്രദേശ്, കർണാടക, തമിഴ്നാട്, കേരളം, ഈ സംസ്ഥാനങ്ങളിൽ പ്രധാന പ്രതിപക്ഷവും ഭരണപക്ഷവും ഒരേ നിലപാടെടുക്കുന്ന ഒരേ ഒരു സംസ്ഥാനം കേരളമാണ്. അതെ. ബാക്കി എല്ലായിടത്തും ഇപ്പം തെലങ്കാനയിൽ BJP ആണ്, പിന്നെ ആന്ധ്രാപ്രദേശിൽ BJP ഘടകകക്ഷിയാണ് അധികാരത്തിൽ, കർണാടകത്തിൽ കോൺഗ്രസും BJPയും തമ്മിലാണ്, തമിഴ്നാട്ടിൽ ADMK വിൽ ബി അവർ ശരിക്കും അവർക്കൊരു പ്രശ്നം ഉണ്ടാവും. അവർ BJPയുടെ അലയൻസ് ആണ്. അവിടെ മാത്രമേ ചെറിയ ഫ്രിക്ഷൻ ഉണ്ടാവാൻ സാധ്യതയുള്ളൂ. കേരളത്തിലാണെങ്കിൽ ഇന്ത്യ സഖ്യത്തിൽ ആണ് കോൺഗ്രസും CPM എന്നൊക്കെയാണ് നമ്മൾ പറഞ്ഞു കേൾക്കുന്നത്. നമുക്ക് അറിയത്തില്ല എത്രത്തോളം ഉണ്ടെന്ന്. അവരൊക്കെ ഒരു സഖ്യമാണെന്നുള്ളതാണ് പൊതുവെ പറയപ്പെടുന്നത്. അപ്പോൾ ഇവിടെ ഞാൻ വളരെ അപ്പോൾ ശരിക്കും പറഞ്ഞാൽ കേരളത്തിൽ നിന്നൊരു ഒറ്റ ശബ്ദമേ കേൾക്കേണ്ടതുള്ളൂ. കാരണം കേരളം ഈ പറയുന്ന എല്ലാ മാനവിക വികസന സൂചികകളും അതിഗംഭീരമായ പെർഫോമൻസ് നടത്തിയ ഒരു സംസ്ഥാനം എന്ന നിലയ്ക്ക് നമുക്ക് വി കാൻഡ് അഫോർഡ് ടു ലൂസ് അവർ പൊളിറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ. അതിൻ്റെ പേരിൽ നമ്മളൊരു പണിഷ്മെൻറ്റ് ഏറ്റുവാങ്ങുക എന്നുള്ളത് അത്യാവശ്യം എഴുത്തും വായനയൊക്കെ ഉള്ള ഒരു സമൂഹത്തിൽ അംഗീകരിക്കാൻ പറ്റുന്ന കാര്യമല്ല. പക്ഷേ ഞാൻ അതിവിചിത്രമായിട്ടൊരു വാദം കേരളത്തിൽ ഈ പലരും ഉന്നയിക്കുന്ന കേൾക്കണം. അത് പ്രത്യേകിച്ചും സംഘപരിവാർ ഹാൻഡിലുകളിൽ നിന്നാണ് അത് വരുന്നത്. ഈ കേരളത്തിൽ ഡീലിമിറ്റേഷൻ നടത്തി കഴിഞ്ഞപ്പം കേരളത്തിലെ മധ്യ കേരളത്തിലും ഉത്തര കേരളത്തിൽ നിന്ന് ഏകദേശം 5 സീറ്റുകളോളം കുറഞ്ഞു. മലപ്പുറം, കോഴിക്കോട് ജില്ലകളിലായിട്ട് ആ സീറ്റുകൾ കൂടി. അപ്പോൾ നിങ്ങൾക്ക് എന്താ അന്ന് ഈ പ്രശ്നം ഇല്ലാതിരുന്നത്? അതായത് മലപ്പുറത്ത് സീറ്റ് കൂടിയാൽ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇതിൻ്റെ പുറകിലൊക്കെ ഒരു കമ്മ്യൂണൽ അണ്ടർടോൺ ഉണ്ട്. സേതു നേരത്തെ പറഞ്ഞതുപോലെ അത് മിണ്ടില്ല. എന്നിട്ട് പറയും അതെന്താ മലപ്പുറത്ത് സീറ്റ് കൂടിയപ്പോൾ നിങ്ങൾക്ക് ഈ പ്രശ്നം ഇല്ലാത്തതെന്നുള്ളത്. ഈ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ നമ്മുടെ ഈ രാജ്യം ഭരിക്കപ്പെടുന്നത് എത്രത്തോളം സങ്കീർണതകൾക്കിടയിലൂടെയാണ് എന്ന് യാതൊരു ധാരണയില്ലാത്ത മട്ടിൽ നമ്മുടെ പ്രധാനമന്ത്രി അവതരിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ വാദവും മുന്നോട്ട് വെക്കുന്നത്. നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത് ലോക്സഭയിൽ നമ്മുടെ പ്രാതിനിധ്യത്തെക്കുറിച്ചാണ്. ലോക്സഭ എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ കാണുന്ന ഈ ഭരണഘടനാ ഭേദഗതി പാസ്സാക്കണോ വേണ്ടയോ എന്ന് തീരുമാനിക്കാനുള്ള സഭയാണത്. എങ്ങനെയാണ് ഇപ്പോൾ ആ സഭയിൽ ഈ നീക്കം പരാജയപ്പെടാൻ വേണ്ടി പോവുകയാണെങ്കിൽ സംഭവിക്കുന്നത്? അത് ഈ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിൽ നടക്കമുള്ള കേരളത്തിൽ നടക്കമുള്ള MP-മാർ കൈവെക്കുമ്പോഴാണ് ആ ഭരണഘടനാ ഭേദഗതി നമുക്ക് അവിടെ സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറ്റുന്നത്, ഇഫ് ഇറ്റ് ഹാപ്പൻസ്. ഇത്രയും പ്രധാനപ്പെട്ട ഈ രാജ്യം എങ്ങനെ ഭരിക്കപ്പെടണം എന്നുള്ളത് എന്ന് മാത്രമല്ല, നമ്മുടെ ഭരണഘടനയുടെ 1-ാമത്തെ അനുച്ഛേദം, ഇന്ത്യ ദാറ്റ് ഈസ് ഭാരത് ഷാൽ ബി എ യൂണിയൻ ഓഫ് സ്റ്റേറ്റ്സ്. ഭാരതം എന്ന ഇന്ത്യ സംസ്ഥാനങ്ങളുടെ ഒരു സങ്കലനമാണ്. അതാണ് വളരെ കൃത്യമായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പം സംസ്ഥാനങ്ങൾ എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട സംസ്ഥാനങ്ങൾക്കപ്പുറത്തേക്കില്ല. അപ്പോൾ ഈ രാജ്യം ഭരിക്കണം എന്നുള്ളത് കൊണ്ട് നമ്മളൊരു കേന്ദ്ര സർക്കാരിനുണ്ടാക്കി, പലതരം സംസ്ഥാനങ്ങളുണ്ടാക്കി. സംസ്ഥാനങ്ങൾ ഭാഷാടിസ്ഥാനത്തിൽ നമ്മൾ രൂപീകരിച്ചു. ആ സംസ്ഥാനങ്ങൾക്ക് കൃത്യമായ നിയമനിർമ്മാണത്തിനുള്ള അവകാശമുണ്ടെന്ന് പറഞ്ഞു. അവർക്കതിനുള്ള ഏരിയ വീതം വെച്ചു കൊടുത്തു. കേന്ദ്ര സർക്കാരിന് ഏരിയ വീതം വെച്ചു കൊടുത്തു. എന്ന് വെച്ചാൽ ഭരണഘടനാപരമായി സ്വന്തം കാലിൽ നിൽക്കാൻ പറ്റുന്ന ഒരു സംവിധാനമാണ് ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. അതേസമയം ഭരണഘടനയ്ക്ക് കീഴിൽ
വളരെ കൃത്യമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള, ഭരണഘടനാപരമായി ഡിഫൈൻ ചെയ്തിട്ടുള്ള യൂണിറ്റാണ് ഒരു സംസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഉണ്ടായ സംസ്ഥാനങ്ങൾ, പ്രത്യേകിച്ച് അത് ഭാഷാടിസ്ഥാനത്തിലുണ്ടായി. ഇപ്പോൾ കേരളം എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നു, തമിഴ്നാട് എന്ന് പറയുന്ന സംസ്ഥാനം ഇന്ത്യയുടെ ഭാഗമായിരിക്കുന്നു. എന്താ ഇതിനെ വ്യത്യാസപ്പെടുത്തുന്നത്? ഭാഷയാണ്. ഭാഷാടിസ്ഥാനത്തിലാണ് നമ്മൾ എന്ന് വെച്ചാൽ അവിടെ ഒരു വൈവിധ്യമുണ്ട്. ആ വൈവിധ്യത്തെ സെലിബ്രേറ്റ് ചെയ്യുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. ഇതിൻ്റെ കോംപ്ലക്സിറ്റി നമ്മൾ ആലോചിച്ച് നോക്കണം. കേരളത്തിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ മനുഷ്യർ സംസാരിക്കുന്ന ഭാഷ ഒന്നാണ്. അതിനകത്ത് നമ്മൾ നേരത്തെ പറഞ്ഞ ലിംഗ്വിസ്റ്റിക് മൈനോറിറ്റി ഉണ്ടാവും ചെറിയ തോതിൽ. പക്ഷേ ഈ ഭാഷയുടെ പുറത്തല്ല നമ്മൾ ഈ ജില്ലകൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. നമ്മൾ അഡ്മിനിസ്ട്രേറ്റീവ് സൗകര്യത്തിന് വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നതാണ്. നിങ്ങൾക്കൊരു പുതിയ ജില്ല, ഇപ്പോൾ ഒരു സംസ്ഥാനം ഉണ്ടാകണമെന്നുണ്ടെങ്കിൽ ഭരണഘടന ഭേദഗതി ചെയ്യണം. പാർലമെൻറ്റിന് 2 സഭകളും, അത് കൗൺസിൽ ഓഫ് സ്റ്റേറ്റ്സ് എന്ന് പറഞ്ഞ രാജ്യസഭയിൽ അവതരിപ്പിച്ച് ലോക്സഭയിൽ പാസ്സാക്കി 3/2 ഭൂരിപക്ഷത്തോടുകൂടി പാസ്സാക്കിയിട്ട് വേണം നിങ്ങൾക്ക് ഇന്ത്യയിൽ ഒരു പുതിയ സംസ്ഥാനം ഉണ്ടാക്കാൻ. സോ സീരിയസ് ആൻ ഇഷ്യൂ. നിങ്ങൾക്കൊരു ജില്ല ഉണ്ടാക്കണമെങ്കിൽ ക്യാബിനറ്റിൻ്റെ തീരുമാനവും ഒരു ഉത്തരവും മതി. നിങ്ങൾക്ക് നിയമസഭയിൽ ഒരു ബില്ല് പോലും പാസ്സാക്കേണ്ടതില്ല. അതായത് ഒരു സംസ്ഥാനം എന്ന് പറയുന്നത് നേരത്തെ ജേക്കബ് സൂചിപ്പിച്ച പോലെ ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റിയാണ്. അത് അതിൻ്റേതായ നിലയിൽ രാഷ്ട്രീയ അസ്തിത്വമുള്ള ഒരു സ്ഥാപനമാണെന്ന് വേണമെങ്കിൽ പറയാം. ഒരു ജില്ല എന്ന് പറയുന്നത് ഭരണപരമായ ഒരു തീരുമാനം, നടപടിക്രമമാണ്, അഡ്മിനിസ്ട്രേറ്റീവ് സാധനമാണ്. അപ്പോൾ അതൊരു ജില്ലയിൽ 4 സീറ്റ് കൂടി ഈ ജില്ല പോയിട്ടല്ല അവരുടെ കാര്യം. കാരണം ഈ ജില്ലയെ മാത്രമായി ബാധിക്കുന്ന ഒരു നിയമവും ഒരു സംസ്ഥാനത്തിന് പാസ്സാക്കാൻ പറ്റില്ല. പക്ഷെ ഇത് വരുമ്പോൾ അങ്ങനെയല്ല. അപ്പോൾ നമ്മളതിൻ്റെ സീരിയസ്. അപ്പോൾ ഇത്രയും സങ്കീർണമായിട്ടുള്ളൊരു വിഷയം മലപ്പുറത്തുള്ള മനുഷ്യനും തിരുവല്ലയിലുള്ള മനുഷ്യനും സംസാരിക്കുന്നത് മലയാള ഭാഷയാണ്. അവർ തമ്മിൽ അടിസ്ഥാനപരമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങളില്ല എന്നുള്ള സങ്കല്പത്തിലാണ് ഈ സംസ്ഥാനം ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ അകത്ത് വീണ്ടും ഡിവിഷൻ ഉണ്ടാക്കുകയാണ്. ഈ പറയുന്ന ആളുകൾ ചെയ്യുന്നത് അതിൻ്റെ അകത്തോട്ടൊരു ഡിവിഷൻ കൊണ്ടുവന്ന് കുത്തിക്കയറ്റുകയാണ്. അങ്ങനെയല്ലത് എന്ന് മാത്രമല്ല, ഇപ്പം ഒരു ജില്ല എന്ന് നമ്മൾ പറയുമ്പോൾ ഇപ്പോൾ പഞ്ചായത്ത് രാജ് സംവിധാനം അനുസരിച്ച് ജില്ലാ പഞ്ചായത്തുണ്ട്, മുനിസിപ്പാലിറ്റികളുണ്ട്, ബ്ലോക്ക് പഞ്ചായത്തുകളുണ്ട്. ഇതൊക്കെ ഭരണഘടനാ സ്ഥാപനങ്ങളാണ്. ഇവർക്ക് പണം കൊടുക്കാൻ വേണ്ടി സ്റ്റേറ്റ് ഫിനാൻസ് കമ്മീഷനുണ്ട്. ഈ ഫിനാൻസ് കമ്മീഷൻ ഒരു ജില്ലയ്ക്ക് ഇത്ര പണം എന്നല്ല കൊടുക്കുന്നത്, ജില്ലാ പഞ്ചായത്തിന് ഇത്ര പണം. മറ്റേതങ്ങനെയല്ല. ജില്ലാ പഞ്ചായത്തിന്, മുനിസിപ്പാലിറ്റിക്ക് അവർക്കുള്ള പണമാണ് അലോട്ട് ചെയ്യുന്നത്. സംസ്ഥാന സർക്കാരും പണം അതനുസരിച്ച് പണം അലോട്ട് ചെയ്യുകയാണ് ഓരോ പഞ്ചായത്തുകൾക്ക് പോലും. അപ്പോൾ എന്ന് വെച്ചാൽ അവിടെ ഒറ്റ എൻറ്റിറ്റി അല്ല. പക്ഷേ സംസ്ഥാനം എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ എൻറ്റിറ്റി കൂടിയാണ്. ഒരു ജില്ല എന്ന് പറയുന്ന ഒരു ഫിസിക്കൽ എൻറ്റിറ്റി അല്ല. ഒരു നിയമസഭയിൽ പാസ്സാക്കുന്ന ബഡ്ജറ്റിൻ്റെ അടിസ്ഥാനത്തിൽ പ്രോജക്റ്റുകളാണ് പാസ്സാക്കുന്നത്. ചിലപ്പോൾ 2 ജില്ലകളിലായിരിക്കും ഒരു പ്രോജക്റ്റ് ഉണ്ടാകുക. അപ്പോൾ അതെന്താ, നിങ്ങൾക്ക് മലപ്പുറത്ത് കൂടുതൽ സീറ്റ് കിട്ടിയപ്പം ഈ പ്രശ്നമില്ലാതിരുന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പ്രശ്നത്തെ എന്താ പറയുന്നത്, സില്ലിയാക്കി കാണുന്ന ആളുകൾക്ക് മാത്രമേ ആ ചോദ്യം ചോദിക്കാം. ഒരു രാജ്യത്തിൻ്റെ അടിസ്ഥാന ഘടകമായിട്ടുള്ള പൊളിറ്റിക്കൽ എൻറ്റിറ്റിയെ നിശ്ചയിക്കുന്ന കാര്യവും ഭരണ സൗകര്യത്തിന് വേണ്ടി വിഭജിച്ചിരിക്കുന്ന ജില്ലയും തമ്മിൽ നിങ്ങൾ കമ്പയർ ചെയ്യരുത്. അത് നിങ്ങളുടെ പൊളിറ്റിക്കൽ നെയ്വിറ്റ്, നിങ്ങളുടെ പൊളിറ്റിക്കൽ ഇല്ലിറ്ററസി എന്ന് നമുക്കതിനെ പൊളിറ്റിക്കൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷണൽ ഇല്ലിറ്ററസി, ഭരണഘടനാപരമായ നിങ്ങളുടെ നിരക്ഷരത കൊണ്ടാണ് അതിലൊരു വാദം മുമ്പോട്ട് വെക്കുന്നത്. നിങ്ങളുടെ കയ്യിലുള്ള ഏറ്റവും ചെറിയ സ്കെയിൽ വെച്ചിട്ട് എല്ലാ കാര്യങ്ങളും അളക്കാമെന്ന് വിചാരിക്കരുത്. അതിൻ്റെ അകത്ത് അത് അസംബന്ധമായിട്ടുള്ള വാദമാണ്. എന്തുകൊണ്ടാണ്? കാരണം ഇവിടെ കേരളത്തിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ ബില്ല് സംസ്ഥാനത്തിൻ്റെ താല്പര്യങ്ങൾക്ക് വിരുദ്ധമാണെങ്കിൽ നമുക്കവിടെ എതിർക്കാൻ ആളുണ്ടാവണം. മലപ്പുറം ജില്ലയുടെ പത്തനംതിട്ട ജില്ലയ്ക്ക് വേണ്ടി പ്രത്യേകിച്ച് നമ്മൾ നിയമസഭയിൽ ഒരു ബില്ല് വരുന്നില്ല. അങ്ങനെ അവർക്ക് വീതം വെച്ച് കൊടുത്തിട്ടില്ല. കാരണം ഓരോ സംസ്ഥാനത്തിനും ഉള്ള അംഗങ്ങളുടെ എണ്ണം എന്നുള്ളത് നിയമം വഴി പാസ്സാക്കുന്നതാണ്. മറ്റേ ഒരു ഡീലിമിറ്റേഷൻ കമ്മീഷൻ ഉണ്ടാക്കുന്നതാണ്. ഇപ്പം നമ്മൾ MP-മാരുടെ കണക്കെടുക്കുമ്പം എല്ലാ ജില്ലകൾക്കും അല്ല, ചിലപ്പോൾ ഇത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇത് മനസ്സിലാക്കിയില്ലെങ്കിൽ ഏറ്റവും ലളിതമായിട്ടാണ് നമ്മൾ ഈ പ്രശ്നങ്ങളെ മനസ്സിലാക്കി പറയുന്നത് ശരിയാണ്. അതെന്താ, നിങ്ങൾക്ക് അതിലത്ത് വേറൊരു കാര്യം കൂടിയുണ്ട്. ഇപ്പം നമ്മൾ ജില്ലകളോട് പറയുകയാണ് നിങ്ങൾ പോപ്പുലേഷൻ കൺട്രോൾ കൊണ്ടുവരണം എന്ന് പറഞ്ഞിട്ട് പോപ്പുലേഷൻ കൺട്രോൾ ഇഫക്റ്റീവായിട്ട് നടപ്പാക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ ചിലപ്പോൾ ഈ പ്രശ്നം ബാധകമാണ്. അങ്ങനെ ഒരു സംഭവം നമ്മുടെ മുമ്പിൽ ഇല്ല. ഇത് വളരെ കൃത്യമായി ഒരു രാജ്യം ഭരണഘടനയുടെ ഭാഗമാക്കിയ ഒരു കാര്യമാണ് ഈ പ്രോമിസ് കൂടി. ഈ പോപ്പുലേഷൻ കൺട്രോളൊന്നും ഇതിൻ്റെ പുറത്ത് പോപ്പുലേഷൻ കൺട്രോൾ ഉണ്ടാകുന്ന സക്സസോ ഫെയിലിയറോ നിങ്ങളുടെ പ്രാതിനിധ്യത്തെ ബാധിക്കില്ല എന്നും ഭരണഘടനയുടെ ഭാഗമാണ്, നിയമത്തിൻ്റെ ഭാഗമാണ്, നമ്മുടെ രാജ്യത്തിൻ്റെ നിയമ സംവിധാനത്തിൻ്റെ ഭാഗമാണ് അങ്ങനെ ഒരു വാക്ക്. ഇവിടെ കേരളത്തിൽ അങ്ങനെ ഏതെങ്കിലും നമ്മൾ ജില്ലകളോട് അങ്ങനെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അപ്പം യാതൊരു തരത്തിലുള്ള സാമ്യവുമില്ലാത്ത വാദങ്ങൾ എടുത്തു വെച്ചിട്ടാണ് ഈ ജില്ലകളിൽ നിന്നുള്ള MLA-മാരുടെ പ്രൊപ്പോർഷനും സംസ്ഥാനങ്ങളിൽ നിന്നുള്ള MP-മാരുടെ പ്രൊപ്പോർഷനും അത് തമ്മിൽ യാതൊരു തരത്തിലുള്ള സാമ്യവുമില്ല. അത് നമ്മുടെ ഭരണഘടനയെക്കുറിച്ച്, നമ്മുടെ നാട് എങ്ങനെയാണ് ഭരിക്കപ്പെടുന്നത് എന്നുള്ളതിനെക്കുറിച്ചുള്ള ധാരണയില്ലാത്ത മനുഷ്യർ
അവരുടെ കയ്യിലുള്ള മണ്ടത്തരത്തിൻ്റെ അളവുകോൽ കൊണ്ട് അളന്നു വെക്കുന്ന സാധനമാണ്. അത്തരം ആർഗ്യുമെൻറ്റ് കേരളത്തിൽ ഉയരുന്നു എന്നുള്ളത് അതിവിചിത്രമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. സാർ, ഇപ്പോൾ ഈ ഡീലിമിറ്റേഷൻ കൊണ്ടുവരുന്നതിൽ പ്രധാനമായിട്ടും പറയുന്നത് BJP അല്ലെങ്കിൽ NDA മുന്നണി ഒരു അപകടം തിരിച്ചറിഞ്ഞു. ഇപ്പോൾ കഴിഞ്ഞ തവണ BJPക്ക് കേവല ഭൂരിപക്ഷം കിട്ടിയില്ല, പക്ഷേ NDAക്ക് ഭരണം കിട്ടി. അപ്പോൾ അതിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട്, സീറ്റ് ഉറപ്പിക്കാൻ വേണ്ടിയിട്ട് ഹിന്ദി സ്പീക്കിംഗ് സ്റ്റേറ്റ്സിൽ സീറ്റ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മൂവും കൂടെയാണെന്ന് പ്രതിപക്ഷം അടക്കം ഇതിനെ പറയുന്നുണ്ട്. അതിനെങ്ങനെയാണ് സാർ നോക്കിക്കാണുന്നത്? അല്ല, സ്വാഭാവികമായിട്ടും വരുന്ന ഒരു സംശയമാണ് ഈ ഒരു നിലയിൽ ഇത്ര ധൃതി പിടിച്ച് ഇങ്ങനെ ഒരു സംവിധാനം കൊണ്ടുവരുന്നത് കാണുമ്പോഴത്തേക്ക്. കാരണം പക്ഷേ എന്നാൽ ഈ BJPക്ക് ഇലക്ഷനിൽ ജയിക്കാൻ വേണ്ടി, അല്ലെങ്കിൽ നരേന്ദ്രമോദി ഭരണത്തിന് ഇലക്ഷൻ ജയിക്കാൻ വേണ്ടി ആയിട്ട് കൊണ്ടുവരണ നിയമം ഇലക്ഷൻ ജയിക്കണമെന്ന് അത്ര നിർബന്ധമൊന്നുമില്ല. കാരണം കഴിഞ്ഞ തവണ ഉത്തർപ്രദേശിൽ ഭൂരിപക്ഷം കൊടുക്കാത്ത ജനങ്ങൾ ഇത്തവണയും വേണമെങ്കിൽ ഭൂരിപക്ഷം കൊടുക്കണമെന്ന് നമുക്ക് ഇൻസിസ്റ്റ് ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ അതുകൊണ്ട് അതൊരു ദുർബലമായ ആർഗ്യുമെൻ്റാണ്. കാരണം ഈ നിയമത്തിനെ എതിർക്കാനായിട്ട്, അല്ലെങ്കിൽ സർക്കാർ കൊണ്ടുവരുന്ന നിയമ നടപടിയെ അതിൻ്റേതായ മെറിറ്റിൽ എതിർക്കാനായിട്ടുള്ള നിരവധി കാരണങ്ങളുണ്ട്. ആ കാരണങ്ങൾ വെച്ചിട്ടാണ് അതിനെ വിമർശിക്കേണ്ടതും അതിനെ എതിർക്കേണ്ടതും അതിനെ ഈ പറയുന്ന നിലയിൽ പരാജയപ്പെടുത്തേണ്ടത്. ഇത് പറഞ്ഞു കഴിഞ്ഞാൽ അത് BJPക്ക് ഒരു ഒരു ഇന്ധനം അങ്ങോട്ട് കൊടുക്കില്ല, ഇന്ധനം കൊടുക്കുന്നതിന് തുല്യമാണ്. കാരണം അവർക്ക് വേണമെങ്കിൽ പറയാം, കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് ശേഷം നടന്ന എല്ലാ തെരഞ്ഞെടുപ്പുകളും ഞങ്ങൾ ജയിച്ചു. അപ്പോൾ അതുകൊണ്ട് ആ നിലയിൽ അതൊരു ദുർബലമായ ആർഗ്യുമെൻ്റാണ്. കാരണം നമ്മൾ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ഓപ്പോസിഷൻ അവർക്ക് കൊടുക്കുന്നു എന്ന് പറയുന്നതിൽ മാത്രമേ അതിന് കാര്യമുള്ളൂ. പക്ഷേ ഈ പറഞ്ഞതുപോലെ അതിനകത്ത് ഇപ്പോൾ ഇതിൻ്റെ ഇങ്ങനെ ഒരു ഭേദഗതി വന്ന് ഈ നിലയിലുള്ള ഒരു ഡീലിമിറ്റേഷൻ എക്സസൈസ് നടപ്പിലാവുകയാണെന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ്. അതിൻ്റെ ഒരു പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് BJP ആയാലും കോൺഗ്രസ് ആയാലും ഏത് പാർട്ടി ആയാലും വളരെ കുറച്ച് സംസ്ഥാനങ്ങളുടെ സീറ്റ് ജയിച്ചാൽ ഇന്ത്യ ഭരിക്കാൻ പറ്റുന്നുള്ളൊരവസ്ഥ. അത് BJPക്ക് മാത്രമല്ല, അതിപ്പോൾ കോൺഗ്രസിൻ്റെ നമുക്കത്ര പറയാൻ പറ്റില്ല. പക്ഷേ ഏത് രാഷ്ട്രീയ പാർട്ടി ആയാലും വളരെ കുറച്ച് പോപ്പുലസ് ആയിട്ടുള്ള കുറച്ച് സംസ്ഥാനങ്ങൾ ഭരിച്ചാൽ അവർക്ക് ഇന്ത്യ ഭരിക്കാൻ പറ്റുമെന്നുള്ളൊരവസ്ഥ നമുക്ക് അംഗീകരിക്കാൻ വേണ്ടി പറ്റില്ല. അത് ജനാധിപത്യപരമായിട്ട് അൺആക്സെപ്റ്റബിൾ ആണ്, നമുക്ക് ഡിഫെൻഡ് ചെയ്യാൻ പറ്റുന്ന സാധനമാണ് അല്ല. അതുകൊണ്ട് തന്നെ അതിൻ്റെ മെറിറ്റിൽ തന്നെ അത് എതിർക്കപ്പെടേണ്ടതുണ്ട്. അത് ഒരു BJPയുടെ പ്രശ്നം മാത്രമല്ല. BJPക്ക് അങ്ങനത്തെ ഒരു പ്ലാൻ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ദാറ്റ്സ് എ ഡിഫറെൻറ്റ് ഇഷ്യൂ. പക്ഷേ BJP അല്ല ഏത് പാർട്ടി അധികാരത്തിൽ വന്നാലും ഇന്ത്യയിലെ ഒരു വളരെ കുറച്ച് സംസ്ഥാനങ്ങളുടെ സീറ്റ് കിട്ടിയാൽ മാത്രം ഇന്ത്യ ഭരിക്കാൻ പറ്റും. അതിനേക്കാൾ കൂടുതലായിട്ട് ഞാൻ വേറൊന്നുകൂടെ കാണാന്ന് പറഞ്ഞാൽ, ഈ നേരത്തെ ഉണ്ടായിരുന്ന BJPയുടെ ചില അജണ്ടകളുണ്ടല്ലോ, അല്ലെങ്കിൽ നമ്മൾ പറയുന്ന സംഘപരിവാരത്തിൻ്റെ അജണ്ടകൾ, മറ്റേ ആർട്ടിക്കിൾ 370, രാമജന്മഭൂമി, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം തന്നെ അവർ ആൾമോസ്റ്റ് നടപ്പിലാക്കി കഴിഞ്ഞു. അപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു പൊളിറ്റിക്കൽ എൻറ്റിറ്റി എന്നുള്ള നിലയിൽ പുതിയ ഇഷ്യൂസ് വേണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ക്രിയേറ്റ് ചെയ്യുന്നതാണ് ഈ സാധനങ്ങൾ. കാരണം വേറെ ഒരുപാട് പ്രോബ്ലംസ് ഈ രാജ്യത്ത് നിലനിൽക്കുന്നുണ്ട്. ആ പ്രോബ്ലംസ് പരിഹരിക്കുന്നതിനോ അതിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനോ ഒന്നും തന്നെ ഈ കഴിഞ്ഞ 10 വർഷം കഴിഞ്ഞ ഈ സർക്കാരിന് ഫലപ്രദമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഇപ്പോൾ ഉദാഹരണത്തിന് ഇന്നലത്തെ ഒരു ഡാറ്റ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, ഈ പോസ്റ്റ് ഹാർവസ്റ്റ്, അതായത് വിളവെടുപ്പിന് ശേഷം ഏറ്റവും കൂടുതൽ ഭക്ഷണ സാമഗ്രികൾ നശിച്ചു പോകുന്ന ഒരു രാജ്യം ഇന്ത്യയാണ്. ഒരു വർഷം 1,55,000 കോടി രൂപയുടെ ഭക്ഷ്യ വസ്തുക്കളാണ് ഇന്ത്യയിൽ നശിച്ചു പോകുന്നത്. ഇവിടെ 20 കോടി ജനങ്ങൾ ഒരു ദിവസം പ്രോപ്പറായ ഭക്ഷണമില്ലാതെ ജീവിക്കുന്ന രാജ്യം കൂടെയാണിത്. 20 കോടി നമ്മൾ പറയുന്ന എക്സ്ട്രീം പോവർട്ടിയുടെ ഒരു നിലയിൽ നിൽക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള വളരെ ഫണ്ടമെൻ്റലായിട്ടുള്ള ഇഷ്യൂസ് അഡ്രസ്സ് ചെയ്യുന്നതിനോ അത് പരിഹരിക്കുന്നതിനോ ഉള്ള ഒരു ഒരു താല്പര്യം ഒരിക്കൽ പോലും പ്രകടിപ്പിക്കാത്ത ഒരു രാഷ്ട്രീയ സംവിധാനമാണ് BJPയും അതിൻ്റെ അനുയായികളും കൂടെ നടപ്പിലാക്കുന്നത്. അപ്പോൾ അങ്ങനെയുള്ള ഒരു രാഷ്ട്രീയം പുലർത്തുന്നവർക്ക് ഈ നിലയിലുള്ള ഇല്ലാത്ത ഇഷ്യൂസ്, നിങ്ങൾക്ക് റിയലായ ഇഷ്യൂസ് പരിഹരിക്കാൻ പറ്റാത്തപ്പോൾ നിങ്ങൾ കപടമായിട്ടുള്ള ഇഷ്യൂസ് ഉണ്ടാക്കുകയും അതിൻ്റെ മുകളിൽ ഒരു രാഷ്ട്രീയമായിട്ടുള്ള മേൽക്കൈ നേടാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുക. ഞാൻ കാണുന്ന സേതു പറഞ്ഞതിൻ്റെ ബാക്കിയായിട്ട് പറഞ്ഞല്ലോ, നിങ്ങൾക്ക് അധികാരം കിട്ടണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം പറയണം. നിങ്ങൾക്ക് വികസനം പറഞ്ഞാൽ നിങ്ങൾക്ക് മനുഷ്യർക്ക് നല്ലത് കൊടുത്തു എന്നുള്ളത് ഒരു നെസസറി കണ്ടീഷനാണ്, സഫീഷ്യൻറ്റ് കണ്ടീഷനല്ല. അപ്പം ഇന്ന് മാത്രമല്ല, നെസസറി കണ്ടീഷൻ പോലും ഇന്ത്യൻ കോൺടെക്സ്റ്റ് എടുത്തു കഴിയുമ്പോൾ ഒരു നെസസറി കണ്ടീഷൻ പോലും അല്ല. നിങ്ങൾ പക്ഷേ രാഷ്ട്രീയം പറയാതെ നിങ്ങൾക്ക് അധികാരത്തിലേക്ക് വരാൻ വേണ്ടി പറ്റില്ല. ഈ രാഷ്ട്രീയം
ഇതിൻ്റെ അകത്ത് വളരെ കൃത്യമായിട്ട് നരേന്ദ്രമോദി എടുത്തുകൊണ്ടെന്ന് വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് എത്രത്തോളം ഇന്ത്യക്കാരെ എത്രത്തോളം പോളറൈസ് ചെയ്യാൻ പറ്റുമോ അതിനുള്ള എല്ലാ വകുപ്പും ഇതിൻ്റെ അകത്ത് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി നമ്മൾ കാണാൻ വേണ്ടി പോകുന്നത് ഇതിൻ്റെ ആഘോഷമായിരിക്കും. സേത് പറഞ്ഞ പോലെ റിയൽ ഇഷ്യൂസിൽ നിന്ന് മാറി ഇമാജിനറി ഇഷ്യൂസും ക്രിയേറ്റഡ് ആയിട്ടുള്ള ഇഷ്യൂസും വിത്ത് വെരി ഡേഞ്ചറസ് പൊട്ടൻഷ്യൽ ഉള്ള സാധനങ്ങൾ എടുത്തു വെച്ച് കളിക്കാൻ ബി ജെ പിക്ക് എപ്പോഴും പറ്റിയിട്ടുണ്ട്. അടുത്ത വിഷയം അവരെ ഏറ്റെടുത്തു എന്ന് വേണം നമ്മൾ വിചാരിക്കാൻ വേണ്ടി.